ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നീ ഇയാളാണ് കുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അറിയുന്ന എപ്പോഴെന്ന് വെച്ചാൽ 5 മണിക്കുള്ള ഒരു വാർത്ത കേൾക്കുമ്പോഴാണ്. വാർത്തയിൽ വന്നു എന്ന് എന്നോട് ഇളയ സഹോദരൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. പോള് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥിനി നിതിൻ ആത്മഹത്യ ചെയ്തു. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളേജിലെ അധ്യാപകരുടെ കയ്യിൽ നിന്നുള്ള അധിക്ഷേപം, നിറത്തിനെ പറഞ്ഞിട്ട്, ജാതിയെ പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാവോ ആ രീതിയിലൊക്കെ HOD ആയ റാം എന്ന് പറയുന്ന പലതന്തയ്ക്കുണ്ടായ ഒരുത്തൻ, അയാളുടെ വീട്ടിലെ ഭാര്യയോടോ മക്കളോടോ ആരോടോ ഉള്ള ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് അവിടെയുള്ള കോളേജിലെ പിള്ളേരോടാ. അല്ലാതെ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാനോ പ്രവർത്തിക്കാനോ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോവും. നമ്മുടെ സായിച്ചേട്ടൻ ചെയ്ത വീഡിയോസിൻ്റെ താഴെയിൽ അതേ കോളേജിലെ പിള്ളേർ ഫേക്ക് ID വന്നിട്ട് ഒരുപാട് കമൻസ് ഇട്ടിട്ടുണ്ട് ഈ നാറിനെ കുറിച്ചിട്ട്. ഇവനൊന്നും അധ്യാപകൻ എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല, ഒരു തെണ്ടി, അത് മതി. നിതിൻ മരിച്ചിട്ട് ഇത്രയും സമയമായിട്ടും ആകെ എടുത്തേക്കുന്ന നടപടി എന്ന് പറയുന്നത് ഈ അധ്യാപകനെയും ഈ അധ്യാപികൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചറുണ്ട്, ആ ടീച്ചറെയും സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് പുറത്താക്കിയെന്നല്ലാണ്ട് വേറെ ഒരു കാര്യവും ഈ സമയം വരെ ചെയ്തിട്ടില്ല. ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ 2 ആൾക്കാരെ, അധ്യാപകരെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും പറയുക, ഈ അധ്യാപകരെന്ന് പറയുന്ന 2 ആൾക്കാരെ സസ്പെൻഡ് ചെയ്തെന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ വരുന്ന ന്യൂസിനാണേലും എന്തിനാണേലും ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് അങ്ങ് തൽക്കാലത്തേക്ക് അങ്ങ് മറയ്ക്കണമല്ലോ. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലെല്ലാം എല്ലാ രീതിക്കും അവനോട് നല്ല ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അത് പോയതിൻ്റെ അന്ന് തൊട്ടേ പറയണുണ്ടായിരുന്നു. റാം സാറ് ഇവിടെ പഠിക്കുന്നത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ, അയാൾ കൊന്നിട്ടേ പോകുള്ളൂ. ആ കോളേജിൽ പഠിക്കുന്ന ഒരാൾ പോലും ഈ സമയം വരെ പ്രതിഷേധമായിട്ടോ അല്ലെങ്കിൽ സമരമായിട്ടോ മുന്നോട്ട് വന്നിട്ടില്ല. വേറെ വല്ല കോളേജിലും ആയിരുന്നെങ്കിൽ അവിടുത്തെ പിള്ളേർ എപ്പോൾ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ മതി. ഇതുപോലുള്ള രാക്ഷസന്മാരാണ് അവിടെ ഉള്ളത് എന്നറിയാവുന്നത് കൊണ്ടായിരിക്കാം അവിടെയുള്ള പിള്ളേർ പേടിച്ചിട്ട് ഈ നിമിഷം വരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എങ്ങാണ്ട് അവിടെയുള്ള പിള്ളേരുടെ അടുത്ത് പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാം സാറിനെതിരെ ഒരു വാക്ക് മിണ്ടരുത്, ആ അലവലാതി നാറിക്കെതിരെ ഒന്നും മിണ്ടരുതെന്ന് സ്കൂളിലെ കോളേജിലെ കുട്ടികളെ അവർ ഭീഷണിപ്പെടുത്തിയേക്കുക. ഏതെങ്കിലും പിള്ളേർ പേടിച്ചിട്ട് മിണ്ടോ? ഇല്ല. ഇങ്ങേർക്കെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഡീബാർ ചെയ്യാന്നുള്ള പേടി ആ പിള്ളേർക്ക് കാണും. അഥവാ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്താലോ എന്തെങ്കിലും പ്രശ്നം പോയി പറഞ്ഞു കഴിഞ്ഞാലോ പിന്നെ ആ പിള്ളേരെ ടാർഗറ്റ് ചെയ്യുകയാണ് ഈ നാറി. നല്ല ഏത് ആ ക്ലാസ്സിലുള്ള വേറൊരു കൊച്ചുണ്ടായിരുന്നു, ഷയാന എന്ന് പറയുന്നത്, ആ കൊച്ചിനെതിരെയും ഇതുപോലെ സെയിം, അതായത് വേറെ എന്തോ മുസ്ലിമാണ് ആ കൊച്ച്, അതിൻ്റെ ഇതിൽ ഒരിത് വന്നായിരുന്നു. ഇതുപോലെയുള്ള തെണ്ടികളെ പഠിപ്പിക്കുന്ന കോളേജല്ല ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തും നടത്തും. എടാ വൃത്തിയായിട്ടാവനെ, നിനക്ക് നിൻ്റെ വീട്ടിൽ നിൻ്റെ ഫാമിലി വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിൻ്റെ ഭാര്യയുടെ അടുത്ത് പോയി തീർക്കണം, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ നിൻ്റെ ഉണ്ടാക്കിയ അച്ഛനമ്മയും കാണല്ലോ, നീ അവിടെ പോയി തീർക്കണം. അല്ലാണ്ട് കോളേജിൽ വന്നിട്ട് അവിടെയുള്ള പിള്ളേരോടല്ലടാ വൃത്തിയായിട്ട് പിശാചെ തീർക്കേണ്ടത്. നിൻ്റെ ഒക്കെ ഫ്രസ്ട്രേഷനും മറ്റൊന്നും തീർക്കാനല്ല രക്ഷിതാക്കളെ കഷ്ടപ്പെട്ട് വളർത്തി ഇവിടം വരെ എത്തിച്ച് പിള്ളേരെ കോളേജിലോട്ട് അയക്കുന്നത്. ഇവന് മക്കൾ വല്ലതുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങേരുടെ ഒക്കെ ടോർച്ചർ കാരണം ആ പിള്ളേർ ആ ജീവനും കൊണ്ട് ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഓടിക്കാണും. ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നീ ഇയാളാണ് കുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിനെ പോയി ഇത് കൊടുക്കാൻ. എന്താ സാർ, ഇവൻ്റെ ഒക്കെ നട്ടൽ ചവിട്ടി കലക്കണം, അതാണ് ചെയ്യേണ്ടത്. പിന്നെ എഴുന്നേറ്റ് നടക്കരുത്, നാശം പിടിച്ചവൻ. ഇവൻ എഴുന്നേറ്റ് നടന്നാലല്ലേ കോളേജിൽ പോകും, അവിടുത്തെ പിള്ളേരെ റാഗ് ചെയ്യുകയും ചെയ്യരുത്, ചവിട്ടി അങ്ങ് പൊട്ടിക്കണം. സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട്, ഓക്കെ ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒറ്റ ക്ഷമിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചിടന്ന് ചെയ്യിക്കുന്നു, അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞു.
ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു ക്ലാസ്സിൽ 199 പേരും തന്നെ അടി മേടിക്കും. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്ത് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങി നിന്റെ കൈയും കാലും വിട്ടും. താൻ ആരുവാ, ഗുണ്ടയോ അതോ അധ്യാപകനോ? നീ അധ്യാപകന്റെ പണി നിർത്തിട്ട് വല്ല ഗുണ്ടാ പണിക്കും പോടാ നാറി. കൈയും കാലം വെട്ടാൻ നടക്കാൻ നിനക്ക് അങ്ങനെ മുട്ടി നിൽക്കുവല്ലേ, നീ ഗുണ്ടാ പണിക്ക് വല്ലതും പോ. എന്തിനാടേ അധ്യാപകനാണെന്നും പറഞ്ഞ് കെട്ടിയെടുത്ത് അവിടെയുള്ള പിള്ളേർക്ക് ടോർച്ചറും കൊടുത്ത് അവരെ മെന്റലി ഇങ്ങനെ തളർത്തുന്ന എന്തിനാ? നീ വല്ല കൊട്ടേഷൻ പണിക്കും പോ, വല്ല ഗുണ്ടാ പണിക്കും പോ, അതേ നിനക്കൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ജീവിക്കേണ്ടി വരുമോ? ഞാൻ ഒരു സാറേ അതൊന്ന് കാണണമെന്നോ ഇല്ല, സംഗീതം നമ്മളെല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പൊ അജീഷ പറഞ്ഞു നിതിൻ കോളെന്ന് പറഞ്ഞു. ആ കോളേജിൽ ധൈര്യം ഇല്ലാത്ത പിള്ളേരില്ലാതായിപ്പോയി. വല്ല ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തൻ്റെ മുന്നിലായിരുന്നിട്ടാണ് നീ ഈ പ്രസംഗം പ്രസംഗിച്ചായിരുന്നെങ്കിൽ, അവൻ്റെ വീട്ടുകാരെ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ കൈയും കാലം നേരത്തെ ആ പിള്ളേർ ചവിട്ടി ഓടിച്ചേനെ. കോളേജും വേണ്ട പഠിത്തവും വേണ്ട എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ പറഞ്ഞതിന് നേരത്തെ നിനക്കൊക്കെ കിട്ടിയനടാ പരനാറി പിടിച്ചവനെ. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും 10-30 കുട്ടികളുടെ മുമ്പ് വെച്ചിട്ടാണ് വെറും സ്ലം ഡോഗ് എന്നുള്ള രീതിയിലൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്ന ഒരു കുട്ടി. സ്ലം ഡോഗ്, നീ തെരുവ് പട്ടിയല്ലേടാ, നിനക്കൊക്കെ എന്ത് അർഹതയുടെ ഇവിടെ വരാനും പഠിക്കാനും ഒക്കെ ഉള്ള യോഗ്യത എന്താണുള്ളത് നിനക്ക്? നിന്നെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അഥവാ നീ പുള്ളിക്കാരൻ ക്ലാസ്സിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറേ പ്രാവശ്യമൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ടാവണം പാവം. പ്രിൻസിപ്പാളിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചിട്ട് നേരത്തെ. അപ്പോൾ പ്രിൻസിപ്പാൾ ഇപ്പം പറയുന്നത് എനിക്ക് കംപ്ലൈൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. നട്ടല് വേണടോ. പ്രിൻസിപ്പളാണെന്നും പറഞ്ഞിട്ട് നടന്നാൽ പോരാ. നട്ടലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം. നിൻ്റെ വീട്ടിൽ നിൻ്റെ മക്കളെ ഒന്ന് ആ സ്ഥാനത്ത് നീ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നിനക്ക് മനസ്സിലാവും ആ വേദന എന്താണെന്നുള്ളത്. നട്ടലിന് പകരം വാഴപ്പിണ്ടിയും വെച്ച് നടക്കുമല്ലേ. ആ പയ്യൻ മരിച്ചെന്ന് കേട്ടപ്പോൾ ഈ റാം എന്ന് പറഞ്ഞാറേ അവിടെ ഇരുന്ന് ചിരിക്കുമായിരുന്നെന്ന്, അവൻ്റെ കുഞ്ഞമ്മ 2ാം കെട്ട് കെട്ടിച്ചതിൻ്റെ പേരിൽ. ഒരു 20-21 വയസ്സായ കൊച്ചിൻ്റെ ഒരു മെൻറ്റാലിറ്റി നമുക്കെന്നാ ചിന്തിക്കാമല്ലോ. പിന്നീട് നമ്മൾ തിരിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ഞങ്ങൾ തിരിച്ച് വിളിക്കുമ്പം ഒരു റെസ്പോണ്ടും ഇല്ല, അവരെടുക്കുന്നില്ല. എപ്പോഴും ഒരു പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വരണം. എടുത്തായിരുന്നു ഇതിനിടയിൽ 5-6 പ്രാവശ്യം വിളിച്ച് ശ്രമിച്ചതിന് ശേഷം പറഞ്ഞ് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് വന്നേ പറ്റൂ എന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അറിയുന്ന എപ്പോഴെന്ന് വെച്ചാൽ 5 മണിക്കുള്ള ഒരു വാർത്ത കേൾക്കുമ്പോഴാണ്. വാർത്തയിൽ വന്നു എന്ന് എന്നോട് ഇളയ സഹോദരൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. പോളിൻ്റെ കുടുംബത്തിൽ ആരോ വാർത്ത കണ്ടു, ആ വാർത്തയിൽ ഇങ്ങനെ നിതിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്, മരിച്ചതായിട്ടാണ് സ്ഥിരീകരിച്ചു. അപ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും താങ്കളുടെ ഭാര്യയോടക്കമാണല്ലോ സംസാരിക്കാറുണ്ടായിരുന്നത്. അപ്പൊ ഈ ജാതി അധിക്ഷേപത്തെ കുറിച്ചൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പല പ്രാവശ്യമായിട്ട്. ഈ നാറിയുടെ പേരിൽ കേസെടുത്ത് അകത്താക്കണം. ഇനി ഈ നാറി ഒരു കോളേജിൽ പോയിരുന്ന് പഠിപ്പിക്കരുത്. പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് തന്നെ ആവർത്തിക്കും. ഈ പരനാറി പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇതേ നടക്കത്തുള്ളൂ. കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീയൊക്കെ എവിടെയെങ്കിലും വേണം പോയി ചാടി ചത്തോ, എങ്ങനെ വേണേലും ചത്തോ, ഞങ്ങൾക്ക് അതൊന്നും ഒരു കുഴപ്പമല്ല, പ്രശ്നമല്ല എന്ന് ഈ പരനാറി അവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം ഭീഷണിയാ പിള്ളേരുടെ അടുത്ത്. റാം സാറിന് അതിലൊന്നും പറയരുത്, സാറല്ല സാമ്പാർ. ഞാൻ കണ്ണൂരാ, എൻ്റെ മുന്നിൽ എവിടെയെങ്കിലും നീ വന്ന് പെട്ടാൽ നിൻ്റെ ചെവിക്കലടിച്ച് ഞാൻ പൊട്ടിച്ചിരിക്കും. പൊട്ടിക്കുന്നു പറഞ്ഞാൽ പൊട്ടിക്കും, അത്രേ ഉള്ളൂ. ശരി, എന്നാൽ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.